കാർഷിക വാർത്തകൾ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഘാതങ്ങൾ ലോകമെമ്പാടും രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കാനും സുസ്ഥിര വികസനം ഉറപ്പാക്കാനും ശക്തമായ ആഹ്വാനവുമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഭൂമിയുടെ ഭാവി സംരക്ഷിക്കാനുള്ള കൂട്ടായ പ്രതിബദ്ധതയുടെ ഓർമ്മപ്പെടുത്തലായാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. വർദ്ധിച്ചുവരുന്ന താപനില, അതിശക്തമായ മഴ, വരൾച്ച, വനനശീകരണം, ജൈവവൈവിധ്യ നഷ്ടം തുടങ്ങിയ വെല്ലുവിളികൾ മനുഷ്യരാശിക്ക് മുന്നിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ദിനാചരണം. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ വർഷത്തെ സന്ദേശം. പ്രകൃതി വിഭവങ്ങളുടെ വിവേകപൂർണമായ ഉപയോഗം, കാർബൺ പുറന്തള്ളൽ കുറയ്ക്കൽ, ഹരിതോർജ്ജ ഉപയോഗം വർദ്ധിപ്പിക്കൽ, വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിൽ ഓരോരുത്തർക്കും പങ്കാളികളാകാമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ബലവൃക്ഷത്തൈ നടീൽ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ മറ്റു മന്ത്രിമാരും പങ്കെടുത്തു. സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീൽ, ശുചീകരണ യജ്ഞങ്ങൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ തുടങ്ങിയ പരിപാടികൾ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ചു. പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയും വരും തലമുറകൾക്കായി സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭൂമി കൈമാറുകയും ചെയ്യേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന സന്ദേശമാണ് ലോക പരിസ്ഥിതി ദിനം മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുരുമുളകിനും ഏലയ്ക്കായ്ക്കും മികച്ച വില ലഭിച്ചെങ്കിലും മുളകും ജീരകവും ഉൾപ്പെടെയുള്ള പ്രധാന സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിൽ ഇടിവ്. വിദേശ വിപണികളിലെ ആവശ്യക്കുറവാണ് ഇടിവിന് കാരണം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന കയറ്റുമതി മൂല്യത്തിൽ $4.43 ബില്യൺ മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത് 6% കുറവാണ്. കയറ്റുമതി അളവിലും 4% ഇടിവ് രേഖപ്പെടുത്തി. കയറ്റുമതിയിലെ ഏറ്റവും വലിയ ഉൽപ്പന്നമായ മുളകിന്റെ കയറ്റുമതി മൂല്യത്തിൽ 12% കുറവ് രേഖപ്പെടുത്തി. ചൈനയും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള പ്രധാന വിപണികളിലെ ആവശ്യക്കുറവാണ് തിരിച്ചടിയായത്. ജീരക കയറ്റുമതി മൂല്യത്തിൽ 28% ഇടിഞ്ഞു. അതേസമയം കുരുമുളക് കയറ്റുമതിയിൽ അളവ് കുറഞ്ഞെങ്കിലും മികച്ച വില ലഭിച്ചതോടെ വരുമാനം 11% ഉയർന്നു. ചെറിയ ഏലക്കായുടെ കയറ്റുമതി മൂല്യവും അളവും 124% വീതം വർദ്ധിച്ചു. ഇഞ്ചി, പുളി, മല്ലി, കറിപ്പൊടിയും പേസ്റ്റും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലും വളർച്ച രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.